പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുത്തിയ പുതിയ നയതന്ത്ര സമവാക്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഈ പുതിയ നീക്കത്തെ അതിശക്തമായ ഭാഷയിലാണ് ഇസ്രയേൽ വിമർശിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ നസർ നടത്തിയ പ്രസ്താവനകൾ നയതന്ത്ര ലോകത്ത് വലിയ അലയൊലികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ലെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാന് യാതൊരു അർഹതയുമില്ലെന്നുമാണ് ഇസ്രയേലിന്റെ പക്ഷം. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ ഈ ചർച്ചകളിലേക്ക് ക്ഷണിച്ചതെന്നും എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ഒട്ടും സ്വീകാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തറിനെയും തുർക്കിയെയും ഉൾപ്പെടുത്തിയതിന് സമാനമായ ഒരു പിഴവാണ് അമേരിക്ക ഇപ്പോൾ ആവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ ഇസ്രയേൽ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് റൂവൻ നസർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള വെടിനിർത്തൽ ലബനനിലെ സൈനിക നടപടികൾക്ക് ബാധകമല്ലെന്ന ഇസ്രയേലിന്റെ നിലപാട് മേഖലയിൽ യുദ്ധ സാഹചര്യവും ഇനിയും തുടരുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. തെക്കൻ ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രയേൽ ആവർത്തിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ ലിതാനി നദിക്കപ്പുറത്തേക്ക് മാറ്റുകയും അവരെ നിരായുധരാക്കുകയും ചെയ്യേണ്ടത് ലബനൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിൽ പരാജയപ്പെട്ടാൽ സൈനിക നടപടി കടുപ്പിക്കുമെന്നുമാണ് ഇസ്രയേൽ നൽകുന്ന അന്ത്യശാസനം. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ലബനനിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണങ്ങളാണ് തുടരുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലബനനിലുടനീളം നടത്തിയ മിന്നലാക്രമണങ്ങളിൽ 250-ലധികം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും മരവിപ്പിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാകണം അമേരിക്കയുടെ ചർച്ചകളുടെ പ്രധാന അജണ്ട എന്ന് ഇസ്രയേൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയും ഇസ്രയേൽ നടത്തുന്ന ഈ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ സമാധാന കരാറിനെ തകർക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ തന്ത്രപരമായ മാറ്റങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഉയർത്തുന്ന ഈ കർശന നിലപാട് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.